ഗൈസ് നമ്മളിന്നൊരു തോരൻ ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം. മതി, അത്രയും മതി. അപ്പോൾ ഞാനിതിവിടെ ചോറ് ഞാൻ ചാക്സനിലൊന്നും വെക്കാറില്ല. ഇങ്ങനെ തന്നെ തിളച്ച് കഴിയുമ്പോൾ അടച്ചു വയ്ക്കും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കും. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു 15-20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കും. വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്ന് കത്തിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് വീണ്ടും അതേമാതിരി തന്നെ അടച്ചു വയ്ക്കും. അപ്പോൾ ഇത് 2 പ്രാവശ്യം അടച്ചു വെച്ച് ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വാർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അതാ ചൂടായിട്ടുണ്ട്. ഞാൻ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ തേങ്ങ ചതച്ചത്, തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരിത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. കറിവേപ്പിലയിലുണ്ട് കേട്ടോ. വെള്ളം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് കാബേജും ബീട്രൂട്ടും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു മൂത്ത മണം വരണം. ബീട്രൂട്ടും കാബേജും കൂടിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മൂത്ത് നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വാസനയാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനും ഇട്ട് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി പാകമായി നമ്മുടെ കാബേജ് ആൻഡ് ബീട്രൂട്ട് തോരൻ റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ കാബേജ് കുറവാണ് അല്ലെങ്കിൽ ബീട്രൂട്ട് ഒരെണ്ണേ ഉള്ളൂ ഒക്കെ വിചാരിച്ചാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം. മിക്സഡായിട്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതേമാതിരി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഒരു പച്ചക്കറി കുറവാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. തനിയൽ ഞാൻ ചേർത്തിട്ട് എനിക്കത് വലിയ ഇഷ്ടമില്ല. ചിക്കനിലൊക്കെ ചേർക്കാറുണ്ട്, വളരെ കുറച്ച് ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമുളക് പിന്നെ ഞാൻ തേങ്ങയിൽ ചതച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമില്ല. അപ്പോൾ ഇതാ കാബേജ് തോരൻ റെഡി. അല്ല, കാബേജ് ആൻഡ് ബീട്രൂട്ട് തോരൻ റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. പോസിറ്റീവ്.